സുഹൃത്ത് ഡോക്ടർ ബാബു പറഞ്ഞതുപോലെ അദ്ദേഹത്തെ മാതൃകാട്ടിനെ നേരിട്ട് കണ്ടിട്ട് അഭിമുഖം നടത്തിയ ഒരാളാണ്. ഞാൻ നടത്തിയിട്ടുള്ള അഭിമുഖങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചിട്ടുള്ള 2 അഭിമുഖങ്ങൾ, ഒന്ന് മാതൃകാട്ടിനായിട്ടുള്ളതാണ്, മറ്റൊന്ന് പുഷ്പമിത്ര ഭാർഗവായിട്ടുള്ളതാണ്. മാധവ് അദ്ദേഹത്തെ സംസാരിച്ച സന്ദർഭത്തിൽ എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളത് ഒന്ന് എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചത് തപ്പി നോക്കുമ്പോൾ കിട്ടിയില്ല. ആ അഭിമുഖത്തിൻ്റെ ശീർഷകവും ഞാൻ മറന്നുപോയിരുന്നു. സത്യത്തിൽ ഞാനൊരു ശീർഷകം കൊടുത്തിരുന്നു, പക്ഷെ മാധവി ആഴ്ചപ്പതിപ്പ് അഭിമുഖത്തിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള ഒരു വാക്യം എടുത്തിട്ട് അതാണ് ശീർഷകമായിട്ട് കൊടുത്തത്. അപ്പോൾ നേരത്തെ ശങ്കരൻ അദ്ദേഹം അയച്ചു കൊടുത്ത ആ സന്ദേശത്തിൽ പറയുന്നത് സീക്രട്ട് ഡ്രോസ്. ഈ അഭിമുഖത്തിൻ്റെ ശീർഷകമായിട്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് കൊടുത്തത് അദ്ദേഹത്തിന് അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളൊരു വാക്യമാണ്. അത് ഇപ്പോൾ ശരത്താണ് ആ ശീർഷകം എന്നെ ഓർമ്മിപ്പിച്ചത്, ഞാൻ മറന്നുപോയിരുന്നു. പവിത്രവനങ്ങൾ ബ്രാഹ്മണിക്കലല്ല എന്നാണ്. സീക്രട്ട് ഗ്രോവ്സ് ആർ നോട്ട് ബ്രാഹ്മണിക്കൽ എന്നായിരിക്കണം അദ്ദേഹം പറഞ്ഞത്. ദീർഘമായിട്ടുള്ള ഒരു അഭിമുഖമാണ്. അത് കൂടാതെ ഞാനൊരു അഭിമുഖം നടത്തിയിരുന്ന തോന്നല്, അത് ഇതേ അഭിമുഖത്തിലെ ഒരു ഭാഗം ഇതിന് കൊടുക്കാൻ പറ്റാത്തത് വേറെ അച്ചടിച്ചതാണെന്ന് ഓർമ്മയില്ല. അത് കൂടാതെ വിട്ട മാസിക 5-6 കൊല്ലം പരിസ്ഥിതിക്ക് മുന്നിലേക്കായിട്ട് കൊരട്ടിയിൽ നിന്ന്, തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങിയിരുന്നു. അതിലാണ് വന്നിട്ടുള്ളത്. അതിൽ ആദുൽ ഗാഡ്ഗിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വായനയെ പറ്റിയിട്ടുള്ള ഒരു അഭിമുഖമായിട്ട് അതും തപ്പിയൊക്കെ കിട്ടിയില്ല. അതിന് ഞാൻ ഒരു കാര്യം എടുത്തു പറഞ്ഞെന്ന് വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പൂനെക്കാരനായിരുന്നു. പൂനെയിൽ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, പൂന പൊതുവെ ഈ ബ്രാഹ്മണ സമുദായത്തിന് മേധാവിത്വ സ്ഥലമാണ്. വിജയ് ടെണ്ടുൽക്കർ അദ്ദേഹത്തിൻ്റെ ഒരു നാടകം അവിടെ അവതരിപ്പിക്കും വലിയ പ്രശ്നങ്ങളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ടെണ്ടുൽക്കർ ബ്രാഹ്മണനാണെന്ന് എനിക്ക് തോന്നുന്നില്ല പേര് കേട്ടിട്ട്, പക്ഷെ ആ നാടകം ബ്രാഹ്മണർക്ക് എതിരായിരുന്നു, അസമത്വത്തോടായിരിക്കണം, വലിയ പ്രശ്നമുണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇദ്ദേഹം ജനിച്ചതും വളർന്നതൊക്കെ നമുക്കൊക്കെ കാണാൻ പരിചിതമായിട്ടുള്ള കേട്ടിട്ടുള്ള ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, ഫിലിം ആർക്കൈവ്സ് ഒക്കെയുള്ള ആ റൂട്ടിലാണ്. എനിക്ക് തോന്നുന്നത് ലോ കോളേജ് റോഡ് എന്നാണെന്ന് തോന്നുന്നു ആ റോഡിൻ്റെ പേര്. അവിടെയാണ് അദ്ദേഹം ജനിച്ചു വളർന്നുള്ളത്. എൻ്റെ അറിവിൽ മാധവ് ഗാഡ്ഗിൽ അദ്ദേഹത്തിന് 83 വയസ്സാണ് മരിക്കുന്ന സന്ദർഭത്തിൽ. അദ്ദേഹത്തെക്കുറിച്ചൊരു സിനിമ ഇറങ്ങിയിടാന്നാണ് തോന്നുന്നത്. അത് ഒരു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടാവുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ, അദ്ദേഹം പ്രതിനിധീകരിച്ചിട്ടുള്ള ആശയങ്ങളുടെ പ്രസക്തി വെളിപ്പെടുത്തുന്ന രീതിയിൽ ഒരു സിനിമ ആരെങ്കിലും എടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടും ഫിലിം ആർക്കൈവും ഒക്കെ ഉണ്ടായിരുന്ന ആ റോഡിൽ താമസിച്ചിരുന്ന ആളെന്ന് ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ കരുതുന്ന അദ്ദേഹത്തിൻ്റെ പറ്റിയിട്ട് ഒരു സിനിമ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. മറ്റൊരു കാര്യം എൻ്റെ ഓർമ്മയിൽ വരുന്നത്, അദ്ദേഹം കിലയിൽ ഇവിടെ വെസ്റ്റേൺ ഗാർഡ്സുമായിട്ട് ബന്ധപ്പെട്ട പഠനത്തിന് വന്ന സന്ദർഭത്തിൽ കിലയിലായിരുന്നു. അപ്പോൾ ആകസ്മികമായിട്ടാണ് എൻ്റെ അയൽക്കാരിൽ ഒരാൾ, ഒരു വർമ്മ, അദ്ദേഹമാണ് പറഞ്ഞത് അവിടെ ഉണ്ട്, ഇപ്പോൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ പോയിട്ട് കണ്ടിട്ട് സംസാരിച്ചത്. അപ്പം ആ ഒരു ഓർമ്മ, അപ്പോൾ ആ കുറച്ച് നേരം സംസാരിക്കാനുണ്ടായി. ദീർഘമായുള്ള അഭിമുഖമാണത്. അത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ് വന്നത്. മൂടിൽ വന്നിരുന്ന അഭിമുഖത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ
പുസ്തകങ്ങളെ പറ്റിയുള്ള കാര്യം എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അദ്ദേഹം ഹാർവാർഡിലായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇഒ മിസറിൻ്റെ കീഴിലാണ് ഗവേഷണം ചെയ്തത്. ആണ് അല്ലേ? ഇഒ മിസറായിട്ടൊരു ബന്ധമുണ്ട്. അങ്ങനെയാണല്ലോ. ഞാൻ ഇഒ മിസറ് വായിക്കാൻ കാരണം മാധവ് ഗാഡ്ഗിലാണ്. അവിടെ ജപ്പാൻ കാരണം. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേര് ഞാൻ ഇപ്പോൾ ഓർക്കണം. അത് ബയോഫീലിയ എന്നാണ്. ഫീലിയ എന്ന് പറഞ്ഞ ഇഷ്ടം എന്നാണ്. ജീവനുള്ള കാര്യങ്ങളോടുള്ള ഇഷ്ടം. ബയോഫീലിയയിൽ ഇഒ മിസർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മനുഷ്യർ ഒരു വീട് പണിയണമെന്ന് ആലോചിക്കുകയാണെങ്കിൽ അവരുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവുകയെന്ന് വെച്ചാൽ പുഴയുടെ തീരത്തോ ഒരു മലയുടെ മുകളിലോ ഒക്കെ വേണം, മരങ്ങളൊക്കെ അടുത്ത് വേണം. അങ്ങനെ ഒരു ബോധം നമുക്ക് മനുഷ്യർക്ക് കണ്ടതാണ്. അത് പറയുന്ന ആ ആശയങ്ങൾ അവതരിപ്പിക്കുന്ന ബുക്കാണ് ഇഒ മിസർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധാന്തം എനിക്ക് ആശയക്കുഴപ്പമുണ്ട്. പക്ഷെ ഞാൻ അദ്ദേഹത്തെ വായിക്കാനുള്ള കാരണം ആഫ്രിക്കയിലാണ് എന്നാണ് എൻ്റെ ധാരണ. ഞാൻ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ടോ എന്നറിയില്ല ഇഒ മിസറിനെ കുറിച്ചിട്ട്. ഈ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ മാധവ് ഗാഡ്ഗിലിന് ഒരു ആദരാഞ്ജലി എന്ന നിലയ്ക്ക് ഞാൻ ഒരു പുസ്തകത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. നേരിട്ട് മാധവ് ഗാഡ്ഗിലായിട്ട് ബന്ധമില്ലാത്ത ഒരു പുസ്തകമാണ്. ഒരുപക്ഷെ ഇഒ മിസറായിട്ട് ബന്ധമില്ല. പ്രകൃതിയെ സ്നേഹിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ അത്ര പരിചിതമല്ലാത്ത പുലിറ്റ്സർ പ്രൈസ് കിട്ടിയൊരു പുസ്തകമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഓൺലൈനിൽ സംസാരിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ട്രൂ കോപ്പി തിങ്കിൽ ഒരു ചെറിയ ലേഖനം എഴുതിയിട്ടുണ്ട്. അത്രയുള്ളൂ. ആ പുസ്തകത്തിൻ്റെ പേര് അതും ആകസ്മികമായിട്ട് ഞാൻ ഈ പാറമേക്കാവ് അഗ്രശാലയിൽ പുസ്തകോത്സവം നടക്കുമ്പോൾ ഫോട്ടോഗ്രാഫിയുടെ ഒരു ബുക്ക് അവിടെയുണ്ടെന്ന് എന്നൊരു സുഹൃത്ത് അവിടെ ചെന്ന് മേടിക്കപ്പെടുമ്പോൾ അത് അവിടെ ഇല്ല. അതാരോ മേടിച്ചുകൊണ്ടിരുമ്പോൾ അവിടെ വേറെ ബുക്ക് ഇരിക്കുന്നു. ആ ബുക്കിൻ്റെ പേരാണ് ദി ഓവർ സ്റ്റോറി എന്ന് വെച്ചാൽ ഈ മരങ്ങളുടെയൊക്കെ മേലാപ്പ്. ദി ഓവർ സ്റ്റോറി ഒരു നോവലാണ്. അത് മരങ്ങളുടെ ഇതിഹാസമായിട്ടുള്ള പുസ്തകമാണ്. റിച്ചാർഡ് പവേഴ്സ് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. അതിൻ്റെ അവസാനം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ കേന്ദ്ര കഥാപാത്രം ഒരു മരത്തിൻ്റെ കീഴിൽ വന്നിരിക്കുന്നതായിട്ടാണ്. ഒരു ബോധവൃക്ഷത്തിൻ്റെ തണലിൽ വന്ന് ഇരിക്കുന്നതായിട്ടാണ്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പുഷ്പമിത്ര ഭാർഗവ പറഞ്ഞൊരു കാര്യം കൂടി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിമുഖം അവതരിപ്പിച്ച ആശയം കൂടി ഒന്ന് പറയാണ്. പുഷ്പമിത്ര ഭാർഗവ അദ്ദേഹം തിരുവനന്തപുരത്ത് എനിക്ക് തോന്നുന്നത് എന്തൊരു സയൻസുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പരിപാടിക്കാണ് വന്നേ തോന്നുന്നു. അപ്പോഴാണ് ഞാൻ അതുമായിട്ട് സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സങ്കല്പത്തിൽ ശാസ്ത്രവും കലയും തുല്യ പ്രാധാന്യം ഉള്ളതാണെന്നാണ്. ആർട്ട് ആൻഡ് സയൻസ് അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേരാണോ സംശയമല്ല. അദ്ദേഹം രവിശങ്കറുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചിന്തിച്ചിരുന്ന ഒരാളാണ് പുഷ്പമിത്ര ഭാർഗവ. ഈ മാധവ് ഗാഡ്ഗിലുമായി നടത്തിയ അഭിമുഖത്തെക്കാൾ കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട അഭിമുഖം അതാണെന്ന് പറയണ്ടായി. നമ്മുടെ അരുണാചല സ്കൂൾ ഓഫ് ഡ്രാമയിൽ അവിടുത്തെ ഒരു മാഷ് ഇത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ടതെന്ന് പറയണ്ടായി. പുഷ്പമിത്ര ഭാർഗവയുടെ അഭിമുഖം. അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷത മോഡിയുടെ ഒരു പരാമർശം വരും. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ അവാർഡുകളെ തിരിച്ചു കൊടുക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു കേരളത്തിൽ. എന്താണ് ആ സംഭവം? കാരണം എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. കേരളത്തിലെ ഇന്ത്യയിലെ ബുദ്ധിജീവികളായിട്ടുള്ള കലാകാരന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഈ മോഡി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ എല്ലാം തിരിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ ആദ്യമായിട്ടത് ഈ കിട്ടിയത് തിരിച്ചു കൊടുത്ത ആൾ പുഷ്പമിത്ര ഭാർഗവയാണ്. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോളിക്കുലർ സയൻസിലായിരുന്നു അദ്ദേഹം. ആ കാര്യം പെട്ടെന്ന് ഓർത്തു അത്രയേ ഉള്ളൂ. ഇന്ന് ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കുന്നതിന് മുൻകൈ എടുത്തുള്ള
കേരളീയവും ബ്രേക്ക് ത്രൂ പ്രത്യേകം അനുമോദനം അറിയിക്കുന്നു. ഇതിനൊരു ചെറിയൊരു ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടൊരു പരിപാടി അദ്ദേഹത്തിൻ്റെ MP പരമേശ്വരൻ്റെ വീട്ടിൽ വെച്ച് നടക്കേണ്ടത്. അദ്ദേഹത്തിന് വയ്യാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പൊതു വേദിയിൽ നടക്കാനുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഹോള് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഹോള് ഇവിടെ കിട്ടണമെങ്കിൽ അവിടെ മുൻകൂട്ടി ബുക്ക് ചെയ്യണം. അതും ഒരു കാരണമായിരിക്കാം. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ശിരസ്സ് നമിച്ചുകൊണ്ട്